അപ്പോൾ ആ മെറ്റീരിയൽ തന്നെ ഗ്യാരണ്ടി ഏത് റിലയൻസ് ആയിക്കോട്ടെ ആ കമ്പനിക്കാരെല്ലാം പറയണത് തന്നെ ആകെ 3 വർഷം പറയണം. ചേട്ടാ, ഞാൻ നിങ്ങളുടെ ആട് കണ്ടിട്ട് വന്നതാണ്. നിങ്ങളുടെ ഡിസൈനൊക്കെ എനിക്ക് ഇഷ്ടമായി, നല്ല സ്ട്രെങ്ത്തും ഉണ്ട്. ഇതിൻ്റെ വാറണ്ടി ഒക്കെ എത്ര നാളുണ്ട്? ഇപ്പോൾ പല കമ്പനിക്കാരും 10ഉം 15ഒക്കെ പറയുന്നത്. നമ്മൾ അത്രയും കൊടുക്കുന്നില്ല. നമ്മൾ 5 വർഷത്തേക്കാണ് വാറണ്ടി കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ 5 വർഷം കൊടുക്കുന്ന വെച്ചാൽ ഇതിന്റെ മെറ്റീരിയൽ കമ്പനിക്കാർ തന്നെ പറയുന്നത് 3 വർഷം എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ഈ ഗ്യാരണ്ടി വാറണ്ടി എന്ന സംഭവം അത് ഭയങ്കര ഒരു വലിയ ടോപ്പിക്കാണ്, എസ്പെഷ്യലി ഈ ടാങ്ക് ഇൻഡസ്ട്രിയിൽ. പല ആൾക്കാർ ഇപ്പോൾ സ്ഥലത്ത് പറഞ്ഞ പോലെ 10 വർഷവും 20 വർഷം അടിച്ചു കൊടുക്കുന്നുണ്ട് ടാങ്കിൽ തന്നെ. പക്ഷെ ഇതൊന്നും ഇല്ല. സിമ്പിളായി പറയുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഒരു ബക്കറ്റ് എന്ന് വയ്ക്കുക. ഈ ബക്കറ്റ് കുറച്ച് നാൾ പുറത്തിരിക്കുകയാണെങ്കിൽ അതിന് കളറും ഫെയ്ഡായി ആ സാധനം പൊട്ടിപ്പോകും. ഓക്കെ, കാരണം ഇതിനെ ഓക്സിഡേഷൻ എന്ന് പറയും, മെറ്റീരിയൽ ഡീഗ്രേഡേഷൻ എന്നാണ് ഇതിനെ പറയുക. ഈ 2 സംഭവം എല്ലാ പ്ലാസ്റ്റിക്കും സംഭവിക്കും. അപ്പൊ ആ മെറ്റീരിയൽ തന്നെ ഗ്യാരണ്ടി ഏത് റിലയൻസ് ആയിക്കോട്ടെ ആ കമ്പനിക്കാരെല്ലാം പറയണത് തന്നെ ആകെ 3 വർഷം പറയണം. ഇതെങ്ങനെയാണ് ഈ 10-15 വർഷം കൊടുക്കാൻ പറ്റുക? ശരി ശരി. അപ്പൊ നമ്മുടെ ടാങ്കിന് സ്ട്രെങ്ത് ഉണ്ടായതുകൊണ്ടും കട്ടി കൂടിയതുകൊണ്ടും നമ്മൾ 5 വർഷം കൂടി കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു വിശ്വാസം ഉണ്ട് ആ ടാങ്കിൻ്റെ അകത്ത്, അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള ടാങ്കുകൾ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നതെല്ലാം വില കുറഞ്ഞ ഇഷ്ടംപോലെ ടാങ്കുകളുണ്ട്. അതിനകത്ത് LLDP ടാങ്ക് ഉണ്ട്, HDP ടാങ്ക് ഉണ്ട്. അപ്പോൾ LLDP ടാങ്കിന്റെ കേസാണ് ഞാൻ പറയുന്നത്. HDP ടാങ്ക് അതിന്റെ കഥ വേറെ തന്നെയാണ്.